സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം കേട്ടോളൂ. ഇന്ത്യയിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്തപ്പോൾ നൽകിയ പേര് എന്തായിരുന്നു? എ ഹൽചൽ, ബി മേരാ നാം ജോക്കർ, സി മാലാമാൽ വീക്കിലി. യുവർ ടൈം ഈസ് റണ്ണിങ്. എ ഹൽചൽ ആണെന്ന് തോന്നുന്നു. ഹൽചൽ അല്ലല്ലേ സർ? ആണോ? ഹൽചൽ അല്ലെ? അങ്ങനെ ചിരിക്കണ്ട. ഈ ചോദ്യത്തിനൂടെ കൈലാസ് ഹെൽപ്പ് ചെയ്യാനുള്ളൂ. ഇനി അടുത്ത രാജമാണിക്യം എന്ന് പറയുന്ന സെക്ടറില് വീട്ടുകാരില്ല. വീട്ടുകാർ വെളിയിൽ ഇരിപ്പുണ്ട്, അതറിയാം. വീട്ടുകാരില്ല. കൈലാസും വേറെ ട്യൂൺ ചെയ്യാൻ വേണ്ടി പോവും. പിന്നെ ഒറ്റയ്ക്കിരുന്ന് ഇവിടെ കറക്റ്റായിട്ട് ഉത്തരം പറയണം. എങ്കിലേ 10,000 രൂപ കിട്ടൂ. ഇല്ലെങ്കിൽ 5,000 രൂപ മാത്രമേ ലഭിക്കൂ. ഓക്കെ. ഓപ്ഷൻ എ ഹൽചൽ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു കൈലാസ് ജി ഫോർ ദ ഗ്രേറ്റ് മൂവ്മെന്റ്സ് ഷെയർഡ്. ഒരുപാട് സന്തോഷം സാറിനെ കാണാൻ പറ്റിയാലും സംസാരിക്കാൻ പറ്റിയാലും. എറണാകുളത്തല്ലേ? എറണാകുളത്താണ് ഇപ്പം ബേസ് ചെയ്തിരിക്കുന്നത്. അതെ, ഞാനും കൂടുതൽ സമയം എറണാകുളത്താണ്. ആണല്ലേ? ഞാൻ കൂടുതൽ സമയം എറണാകുളമാണ്. കാരണം ഞാൻ ബോൾഗാട്ടിയില്ല താമസിക്കുന്നത്. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അപ്പം എത്രയും പെട്ടെന്ന് സാറിനെ വീണ്ടും ഞാൻ ഒരിക്കൽ സാറിനെ കണ്ടിരുന്നു. ഒരു അവാർഡ് ഫംഗ്ഷൻ വന്നപ്പോ കണ്ടിരുന്നു. അന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം ഉറപ്പായിട്ടും അന്ന് ഒരു വൈറ്റ് ജുബയും ഒരു വൈറ്റ് കുർത്ത അതാണ് ഇട്ടിരുന്നേ ആയിട്ടും തോന്നുന്നു. അങ്ങനെ ഞാൻ കൈലാസ് മേനോൻ ദേണ്ട പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കി. അപ്പം നിങ്ങളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. എത്രയും പെട്ടെന്ന് കാണാം സാർ. സാറിന്റെ ഒരു വലിയൊരു ആരാധകനാണ്. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറില്ല. എന്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. സാറ് പാടിയ പാട്ടുകൾ നമ്മളോ അല്ലെങ്കിൽ മറ്റ് സിംഗേഴ്സ് അത് ഏറ്റുപാടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു സാർ അത് എത്ര ഈസി ആയിട്ടാണ് ആ പാട്ടുകൾ പാടിയത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ചാലഞ്ച് ഇട്ടിരുന്നു, ചന്ദനമണി സന്ധികൾ എന്നൊരു പാട്ട്. അതെ. അപ്പൊ അത് ബാക്കിയുള്ള എല്ലാ സിംഗേഴ്സും പാടുമ്പോഴാണ് സാർ എത്രത്തോളം ഒരു ലെജൻഡറി സിംഗർ ആയിരുന്നു കൂടുതൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അത്ര ഈസി ആയിട്ട് പാടിയപ്പോ നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല ഇത്രയും പാടുള്ള പാട്ടായിരുന്നു സാർ പാടിയിരുന്നത്. Thank you for the nice words and also for participating in പറയാം നേടാം. Thank you so much. Thank you sir. All the best. Thank you sir. Thank you. അപ്പം ഇത്രയും നേരം നമ്മൾ ചിരിച്ച് കളിച്ച് രസിച്ച് സുഖമായിട്ട് മുമ്പോട്ട് പോയി. സഹായിക്കാൻ ആൾക്കാർ വന്നു, എന്ന് വേണ്ട ഡാൻസ് ചെയ്തു, പാട്ടുപാടി, എല്ലാം സൂപ്പർ. പക്ഷേ നമ്മൾ അടുത്ത സെക്ടറിലോട്ട് പോവാണ്. രാജമാണിക്യം. ഓക്കെ, രാജമാണിക്യം. ഒരു ചോദ്യം, ഒരു ആൻസർ, 10 സെക്കൻഡ്. റെഡിയല്ലേ? റെഡി സർ. ഈ ചിത്രത്തിൽ ഭൂമിനാഥൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? ടൈം സ്റ്റാർട്ട്. പോയി അറിയായിരുന്നു സാർ, കിട്ടുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് വന്നില്ല. അപ്പോ ചോദ്യം ഇതായിരുന്നു, ഭൂമിനാഥൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാണെന്ന്. 10 സെക്കൻഡ് കഴിഞ്ഞു. പറയാൻ പറ്റില്ല. അറിയാമെന്ന് പറയുന്നു. അറിയാം സാർ, ഇപ്പൊ പറയാം. ഓക്കെ. ജനാർദ്ദനൻ സാർ. താങ്ക് യു സാർ. അതിനകത്ത് വേറെ ഏതൊക്കെയായിരുന്നു? ഭൂമിനാഥൻ, സ്വാമിനാഥൻ, രാമഭദ്രൻ, വീരഭദ്രൻ, അങ്ങനെ കുറെ ഭദ്രന്മാരുണ്ട്. ഇത്രയും അറിയാവുന്ന പ്രീതി. അതെ സാർ, പെട്ടെന്ന് കിട്ടിയില്ല.